ഇന്ത്യയിൽ രാഷ്ട്രീയ ഭൂകമ്പമെന്ന് ലോകമാധ്യമങ്ങൾ. ദില്ലിയിൽ ബി.ജെ.പിക്കുണ്ടായ തിരിച്ചടി മോദിയുടെ പരാജയമെന്നും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും പത്രങ്ങൾ വിലയിരുത്തുമ്പോൾ ബിജു മുത്തത്തി ന്യൂസ് ഡെസ്കിൽ നിന്നും. ബിജു, സാമ്ന തന്നെ RSSന്റെ മുഖപത്രം സാമ്ന വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഏതു തരത്തിലാണ് വിമർശനങ്ങൾ ഉയരുന്നത് മോഡിക്കെതിരെ? ഒരർത്ഥത്തിൽ പൂർണ്ണമായും മോദിയെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒപ്പം തന്നെ ഇന്ത്യയിലുണ്ടായ ഒരുതരം രാഷ്ട്രീയ വിജയത്തെ സാധാരണക്കാരൻ്റെ രാഷ്ട്രീയ വിജയം എന്ന അർത്ഥത്തിൽ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ന്യൂയോർക്ക് ടൈംസ് എന്ന പത്രം വിശേഷിപ്പിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ എർത്ത്ക്വേക്ക്, ഇതൊരു രാഷ്ട്രീയ ഭൂകമ്പം എന്ന വാക്ക് തന്നെയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ വിജയശ്രീലാളിതനായി നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ചിത്രം കാണിച്ചുകൊണ്ട് അതിൻ്റെ അടിയിൽ ന്യൂയോർക്ക് ടൈംസ് എഴുതിയ അടിക്കുറിപ്പ് ഇതാണ്. പൊളിറ്റിക്കൽ എർത്ത്ക്വേക്ക് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായി ഇത് ഉണ്ടാക്കുന്ന വലിയ ഭൂകമ്പം തന്നെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഒരു ചരിത്ര വിജയത്തിൻ്റെ ഒരു വർഷത്തിനുള്ളിൽ സ്വന്തം ആസ്ഥാനത്ത് നിന്ന് തന്നെ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന വലിയ ആഘാതമാണ് എന്നും തുടർന്ന് ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഗാർഡിയൻ, വാഷിങ്ടൺ പോസ്റ്റ് നൽകുന്നത് സ്റ്റണ്ണിങ് ഡിഫീറ്റ് എന്ന വാക്കുകൊണ്ടാണ്, അതായത് ഞെട്ടിപ്പിക്കുന്ന പതനം തന്നെയാണ് ദില്ലിയിൽ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത് എന്ന് വാഷിങ്ടൺ പോസ്റ്റ് എന്ന പത്രവും റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ ഒരു അഴിമതി വിരുദ്ധ സാധാരണക്കാരൻ്റെ ഒരു പാർട്ടിയെ, ആ പാർട്ടിയുടെ പുതുമോടിയെ, പുതിയ ഒരു വരവിനെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് ഈ പത്രം. മറ്റൊന്ന് CNN, BBC പോലുള്ള മാധ്യമങ്ങളും മോഡിക്കെതിരെ ആഞ്ഞടിക്കുന്നു. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള വിജയമാണ്. ഈ വിജയം ഒരുപക്ഷെ മോഡിയുടെ തെരഞ്ഞെടുപ്പ് രസതന്ത്രത്തെ പുകഴ്ത്തിയവർ ഒരർത്ഥത്തിൽ ഇവിടെ രസതന്ത്രമല്ല ഊർജ്ജതന്ത്രമാണ് വിഷയമാക്കേണ്ടത് എന്ന് കളിയാക്കിക്കൊണ്ട് CNN പറയുന്നു. ആ ഊർജ്ജതന്ത്രം എല്ലാ ഉയർച്ചയ്ക്കും ഒരു പതനമുണ്ട്, എല്ലാ ഉയർച്ചയ്ക്കും ഒരു താഴ്ചയുണ്ട് എന്നും എല്ലാ പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്നും മോഡി ഓർക്കണം എന്ന തരത്തിൽ ഇനി രസതന്ത്രത്തെക്കുറിച്ചല്ല പറയേണ്ടത്, ഊർജ്ജതന്ത്രത്തെക്കുറിച്ചാണ്, ഫിസിക്സിനെ കുറിച്ചാണ് പറയേണ്ടത് എന്ന് CNN കളിയാക്കുന്ന ഭാഷയിൽ, ഒരുപക്ഷെ അങ്ങനെ തോന്നുന്ന ഒരു ഭാഷയിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. BBC ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യത്തെ ഒരു അടിയായിട്ടാണ്, ആദ്യത്തെ ആർജവമുള്ള ഒരു അടിയായിട്ടാണ് മോഡിക്കുള്ള ആദ്യത്തെ ആർജവമുള്ള ഒരു അടിയായിട്ടാണ് BBC ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ടെലഗ്രാഫ് പത്രമാണ് എന്നാൽ ഇതിൽ കോൺഗ്രസിനെയും വലിച്ചഴിച്ച് കോൺഗ്രസിനെയും പരിഹസിക്കുന്നത്. കോൺഗ്രസിൻ്റെ വട്ടപൂജ്യത്തെയാണ്, ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ വട്ടപൂജ്യത്തെയാണ് ടെലഗ്രാഫ് കളിയാക്കുന്നത്. ഇത് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ളൊരു പതനമായിട്ടാണ് ടെലഗ്രാഫ് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്രയേറെ തീക്ഷ്ണമായി മോഡിയെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കെജ്രിവാൾ ഈ വാർത്തകളിലൊക്കെ സാധാരണക്കാരൻ്റെ പാർട്ടി, ഒരു പുതിയ പാർട്ടി എന്ന പ്രയോഗങ്ങൾ ധാരാളമായി കടന്നു വരുന്നുണ്ട്. അത്തരത്തിൽ ഒരു അഴിമതി വിരുദ്ധ പാർട്ടിയുടെ കടന്നുവരവ്, അത്തരത്തിൽ കെജ്രിവാളിനെ പുകഴ്ത്താനും ഇത്തരം പത്രങ്ങൾ മടിക്കുന്നില്ല. പ്രദീപ്, ബിജു, ഭരണത്തിലേക്കുള്ള മാൻഡേറ്റ്, ക്ലിയർ മാൻഡേറ്റ് ലഭിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഒരു ബിഗ് ഫിഗർ ആകാൻ ബി.ജെ.പിയും മോഡിയും ശ്രമിച്ചിരുന്നു. അത് പല ഘട്ടങ്ങളിൽ പല തരത്തിൽ വർക്കൗട്ട് ആക്കുകയും ചെയ്തിരുന്നു. ഒബാമയെ കൊണ്ടുവരുന്നു റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനിലേക്ക്, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയും ഇന്ത്യയുടെ മുഖം മോഡിയാണ് എന്നുള്ള തരത്തിൽ അന്താരാഷ്ട്ര രംഗത്ത് ഒരു കൾട്ട് ഫിഗർ ആകാനുള്ള മോഡിയുടെ ശ്രമം. അമേരിക്കയിലെയും ബ്രിട്ടനിലെയും വളരെ പ്രധാനപ്പെട്ട പത്രങ്ങൾ ഇത്തരത്തിൽ വിമർശനം ഉണ്ടാക്കുമ്പോൾ ഇന്റർനാഷണൽ സിനാരിയോയിൽ ഇത്തരത്തിൽ കെട്ടിപ്പടുത്ത മോഡിയുടെ മുഖത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കോട്ടമുണ്ടാവുകയോ? അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ തരത്തിലായിരിക്കും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ചില ഇരുട്ടടി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യത? പ്രദീപ്, അതിനുള്ള ഏറ്റവും ഉത്തരം ഈ പത്രത്തിലെ ഒരു വാർത്ത, ന്യൂയോർക്ക് ടൈംസിലെ ഒരു വാർത്ത തന്നെ അങ്ങനെയാണ്. ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഈ വലിയ ചരിത്ര വിജയം മറ്റേതോ ലോകത്തെത്തിച്ച, ആകാശത്തെത്തിച്ച, വിണ്ണിലെത്തിച്ച മോഡിയെ മണ്ണിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു എന്ന് നമുക്ക് മലയാളത്തിൽ മൊഴിമാറ്റാവുന്ന തരത്തിലുള്ള ഒരു പ്രയോഗം ആണ് ന്യൂയോർക്ക് ടൈംസ് നടത്തിയിരുന്നത്. ഈ ഒരു വിജയങ്ങളൊക്കെ ഏതോ ഒരു അതീത ലോകത്ത് അല്ലെങ്കിൽ ഏതോ ഒരു ആകാശ ലോകത്ത് വിണ്ണിലെത്തിച്ചിരുന്ന മോഡിയെ മണ്ണിലിറക്കിയിരിക്കുന്നു, ഭൂമിയിൽ ഇറക്കിയിരിക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിജയങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു മോഡി, വിജയങ്ങളൊക്കെ ഉണ്ടാക്കിയ
അത്തരത്തിലുള്ളൊരു പ്രതീതികളുടെ ലോകത്തായിരുന്ന മോഡിയെ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക് ഇറക്കി കൊണ്ടുവരണം എന്ന അർത്ഥത്തിലുള്ള വാർത്തകളാണ് ഈ പത്രങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. പ്രദീപ് പറഞ്ഞ പോലെ അന്താരാഷ്ട്ര രംഗത്ത് ഉണ്ടായിരുന്ന മോഡിക്കുണ്ടായിരുന്ന ആ ഒരു ഇമേജിനെ തന്നെയാണ് ഈ ഒരു വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആക്രമിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ സ്വന്തം ആസ്ഥാനത്ത് വെച്ച് തന്നെ ഉള്ള ഈ ഒരു പതനത്തെ നേരത്തെ മോഡിയുടെ ഈ ഒരു വിജയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാന ഇലക്ഷനുകളിലൊക്കെ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കേന്ദ്രത്തിലുണ്ടായിരുന്ന വിജയത്തിന് അനുബന്ധമായി തന്നെ ഉണ്ടായ സംസ്ഥാന വിജയങ്ങളെ സൂചിപ്പിക്കുന്നു. ആ സംസ്ഥാന വിജയങ്ങളെയൊക്കെ ആവർത്തിക്കാമെന്ന് കരുതിയ മോഡിക്ക് കിട്ടിയ മറ്റൊരു തിരിച്ചടിയാണ്, സ്വന്തം ആസ്ഥാനത്ത് നിന്ന് കിട്ടിയ ഈ തിരിച്ചടിയാണ് എന്ന അർത്ഥത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മോഡിക്കെതിരെ ആഞ്ഞടിക്കുന്നു. ഒപ്പം തന്നെ കെജ്രിവാളിന്റെ ഒരു സാധാരണക്കാരന്റെ പാർട്ടിയെ പുകഴ്ത്തുകയും ചെയ്യുന്നു. പ്രദീപ്, ബിജു, ഇത്തരത്തിൽ വിശേഷണങ്ങൾ വരുന്നു, ശക്തമായ വിമർശനം, അത് ആക്ഷേപഹാസ്യമാകട്ടെ ഏതു തരത്തിലാകട്ടെ, AAPയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമാകുമ്പോൾ മോഡിയും അമിത്ഷായും ഒരുക്കുന്ന തന്ത്രങ്ങൾ, അതിന്റെ ഭാഗമായിരുന്നു ഇത്തരത്തിൽ കൾട്ട് ഫിഗർ സൃഷ്ടിക്കുക ഒക്കെയും. ഒരു പ്രതിരോധം മോഡിയുടെ ഭാഗത്ത് നിന്ന്, BJPയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമോ? ഈ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി ആഘോഷിക്കപ്പെടുകയാണ് AAPയുടെ വിജയം എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മോഡി ഇത്തരം മാധ്യമങ്ങൾക്കെതിരെയുള്ള ഒരു മറുപടി എന്ന അർത്ഥത്തിലുള്ള വാക്കുകളൊന്നും ഇത്തരത്തിൽ BJPയുടെ ഭാഗത്ത് നിന്നും ഇതുവരെ ചോദ്യങ്ങളുടെ ഉത്തരമാണെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇത്തരം അവർക്ക് തീർച്ചയായും ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരം പറയേണ്ടി വരും. അത്തരത്തിലുള്ള മറുപടികൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള മറുപടികൾ ഉണ്ടാവും. എന്തു തന്നെയായാലും അന്താരാഷ്ട്ര മാധ്യമരംഗത്ത് അന്താരാഷ്ട്ര സമൂഹം ഇതുവരെ ഉറ്റുനോക്കിയിരുന്ന ഇതുവരെ വിജയശ്രീലാളിതനായ മോഡിയുടെ ചിത്രമാണ് അന്താരാഷ്ട്ര ഫിഗറായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖമായി ഉണ്ടായിരുന്നത് എങ്കിൽ, അങ്ങനെയാണ് ഉയർത്തിക്കാട്ടപ്പെട്ടത് എങ്കിൽ, ഇനി മുതൽ കാണപ്പെടുന്ന ചിത്രം, ആ ചിത്രം മാറി ആ സ്ഥാനത്തേക്ക് ഈ മാധ്യമങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് ഇപ്പോൾ കെജ്രിവാളിൻ്റെ ചിത്രമാണ്. അത്തരത്തിൽ ഒരു വരവ്, ഒരു പുതിയൊരു പാർട്ടിയുടെ വരവായിട്ടും ഒരു പുതിയ നേതാവിൻ്റെ വരവുമായിട്ടും അത്തരത്തിൽ നേരത്തെ ആഘോഷിച്ചതുപോലെ തന്നെ, അതായത് നേരത്തെ മോഡിയെ ആഘോഷിച്ച ആ ഒരു പ്രതീകം സൃഷ്ടിച്ച മാധ്യമങ്ങൾ പുതിയൊരു പ്രതീകത്തെ കൊണ്ടുവരികയാണ്. അപ്സ്റ്റാർട്ട് ആൻറ്റി കറപ്ഷൻ കോമൺ മാൻ പാർട്ടി, ഈ ഒരു ഈ കോമൺ മാൻ പാർട്ടി, ആൻറ്റി കറപ്ഷൻ, അഴിമതി വിരുദ്ധം, സാധാരണക്കാരൻ്റെ പാർട്ടി എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതീതി ഈ വാർത്തകളിലൊക്കെ കെജ്രിവാളിനെ പിന്തുടരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതീകമായിട്ടാണ് ഈ മാധ്യമങ്ങൾ കെജ്രിവാളിനെ ഉയർത്തിക്കാട്ടുന്നത്. ഒരുപക്ഷെ അതൊരിക്കലും നേരത്തെ വലിയ വിജയം സമ്മാനിച്ച മോദിക്ക് എങ്ങനെ പകരമാവുന്നു എന്നതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യുക. പ്രദീപ്, ബിജു, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെതായ വളരെ പ്രസക്തമായ കാര്യമാണത്. ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ AAPയുടെ വിജയത്തെ, അതോടൊപ്പം തന്നെ BJPയുടെ തറപറ്റിയ പരാജയം, അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ തരത്തിൽ ചർച്ചയാകുന്നു സോഷ്യൽ മീഡിയയിലൊക്കെയും. ഇന്റർനാഷണൽ സിനാരിയോയിൽ ഇന്ത്യയുടെ മുഖം അത് മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ വിമർശന വിധേയമായ കാര്യങ്ങൾ എണ്ണിയാണ്. അത് കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്ന കാര്യം, അതോടൊപ്പം മോദിയുടെ ഡ്രസ് കോഡ് അടക്കം, ഇതിനൊക്കെയും പിന്നോട്ട് പോവുക, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ നിലപാടുകളെ, വികാരങ്ങളെ അറിയുന്ന തരത്തിലേക്ക് ഒരു നയം മാറ്റം തൽക്കാലത്തേക്കെങ്കിലും BJPയെയും മോഡിയെയും കൊണ്ടുചെന്നെത്തിക്കുന്നതിലേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഈ ക്രിറ്റിസിസം അത് എത്രമാത്രം ആവശ്യകതയിലേക്കാണ് നയിക്കുന്നത്? പ്രദീപ്, മോഡിയുടെ അന്താരാഷ്ട്ര മുഖത്തിന് മ്ലാനത സംഭവിക്കുകയാണ് ഒരർത്ഥത്തിൽ ഈ വാർത്തകളിലൂടെ സംഭവിക്കുന്നത്. ഒപ്പം തന്നെയുള്ള ദില്ലി ഇലക്ഷനിലൂടെയും സംഭവിക്കുന്നത്. ഒരുപക്ഷെ മാധ്യമ വിശാരദന്മാർക്കും മാധ്യമ രംഗത്ത് ഈ മീഡിയയുടെ തരംഗങ്ങളും മീഡിയയുടെ വ്യാഖ്യാനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ടാകും. ഒപ്പം തന്നെ അത്തരത്തിലുള്ള മറുപടി, രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അത്തരത്തിലുള്ള മറുപടികളും ഉണ്ടാകും. എന്തു തന്നെയായാലും അന്താരാഷ്ട്ര രംഗത്ത് ഇതുവരെ ഉയർത്തിക്കാട്ടിയിരുന്ന, ഇന്ത്യയിൽ ഉയർന്നിരിക്കുന്ന ഈ ഒരു വലിയൊരു രാഷ്ട്രീയ പുരുഷൻ്റെ ചിത്രത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ
ഈ ഡൽഹിയിൽ നടന്ന സ്വന്തം തലസ്ഥാനത്ത് നടന്ന ഈ ഒരു വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിഹസിക്കുകയാണ്, ആക്രമിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്, ഒപ്പം തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരണമെന്ന് ഉപദേശിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്. അത്തരത്തിലൊക്കെ സംഭവിക്കുമ്പോൾ തീർച്ചയായും ഒരു വലിയ ഒരു പ്രതീകത്തിന് ഇടിവ് സംഭവിക്കുകയാണ്, വൻമരം വീഴുക തന്നെയാണ്, വലിയ വീഴ്ചകൾ സംഭവിക്കുക തന്നെയാണ്. ഒപ്പം തന്നെ ഒരു സ്വരമായി അല്ലെങ്കിൽ ഒരു വളരെ ചെറിയൊരു പ്രാദേശിക സംസ്ഥാനത്താണെങ്കിലും ഇതിൻ്റെ ഒരു ആഘാതം വലുതാണ് എന്ന അർത്ഥത്തിലാണ് ഈ മാധ്യമങ്ങൾ ഇത് ആഘോഷിച്ചിട്ടുള്ളത്. നേരത്തെ പല സംസ്ഥാനങ്ങളിലും ഈ ഒരു കേന്ദ്രത്തിലുണ്ടായ വിജയം ആവർത്തിച്ചിട്ടുണ്ട് BJP, എങ്കിലും ആ ഒരു വിജയം ആവർത്തിക്കാമെന്ന വ്യാമോഹം നഷ്ടമായി എന്ന അർത്ഥത്തിലൊക്കെ ചില വാർത്തകൾ വരുന്നു. എന്തു തന്നെയായാലും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മോഡി എന്ന ഈ ഒരു പ്രതീതിയെ, മോഡി എന്ന ഈ ഒരു രാഷ്ട്രീയ പ്രതീകത്തെ പല അർത്ഥത്തിലും തകർക്കുകയാണ്, പല ഭാഷകളിലൂടെയും തകർക്കുകയാണ് പ്രദീപ്. യെസ്, ഇന്ത്യയിൽ രാഷ്ട്രീയ ഭൂകമ്പമെന്ന് ലോകമാധ്യമങ്ങൾ എഴുതുമ്പോൾ ദില്ലിയിൽ BJPക്കുണ്ടായ തിരിച്ചടി നരേന്ദ്രമോദിയുടെ പരാജയമെന്നും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും പത്രങ്ങൾ വിലയിരുത്തുന്നു. മോഡിയെ ജനങ്ങൾ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറക്കിയെന്നും വിദേശ മാധ്യമങ്ങൾ പരിഹസിക്കുന്നു. ബിജു മുദത്തി, ന്യൂസ് ഡെസ്കിൽ നിന്നും.